വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്. കൊല്ലം തേവലക്കര സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മിഥുൻ എന്ന വിദ്യാർത്ഥി മരണപ്പെട്ട സംഭവത്തിൽ കൊല്ലം തേവലക്കര സെക്ഷനിലെ ബിജു എന്ന ഓവർസിയറെ സസ്പെൻഡ് ചെയ്ത വൈദ്യുതി ബോർഡിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും തെറ്റായ തീരുമാനത്തിനെതിരെ കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC-യുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കൊല്ലം തേവരക്കര സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മിഥുൻ എന്ന വിദ്യാർത്ഥി മരണപ്പെട്ട സംഭവത്തിൽ നിരപരാധിയായ കൊല്ലം തേവലക്കര സെക്ഷനിലെ ബിജു എന്ന ഓവർസിയറെ സസ്പെൻഡ് ചെയ്ത വൈദ്യുതി ബോർഡിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും തെറ്റായ തീരുമാനത്തിനെതിരെ കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വടക്കാഞ്ചേരി ഡിവിഷൻ ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. ദൗർഭാഗ്യകരമായ സംഭവത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറുമായ വൈശാഖ് ആവശ്യപ്പെട്ടു. ബലിയേടാക്കിയാണ് രക്ഷപ്പെടുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ രംഗത്താണെങ്കിലും ശരി, വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ശരി, മറ്റേത് രംഗത്താണെങ്കിലും ഈ സർക്കാർ പരാജയപ്പെടുമ്പോൾ ആ പരാജയത്തിന്റെ ഉത്തരവാദിത്വം അതാത് വകുപ്പുകൾ ഏറ്റെടുക്കണം. കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അതല്ലാതെ പാവപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മേത്ത് കയറി അതും നടപടിയെടുക്കുന്നത് ഏറ്റവും പ്രഹസനമായി ലീവിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമ്പോൾ ഈ സർക്കാർ പരാജയപ്പെട്ടവന്റെ പിണറായി വിജയനല്ല, പിണറായി പരാജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു നടപടി. ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഇതുപോലെ ധാർമ്മിക സമരം നടക്കുന്നത്. KSEB-യുടെ കാര്യം, കഴിഞ്ഞ UDF സർക്കാർ അധികാരം വിട്ടു പോകുമ്പോൾ ഏകദേശം 2000 കോടിയിൽ താഴെ 1600 കോടിയിൽ താഴെ മാത്രമാണ് KSEB-യുടെ കടമുണ്ടായിരുന്നത്. കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ സർക്കാർ അധികാരത്തിൽ കയറിയതിന് ശേഷമുള്ള കടം എന്ന് പറയുന്നത് ഏകദേശം 40,000 കോടി രൂപയാണ്. ഇത്രയ്ക്ക് കടം വരുത്തിയത് ഇതൊക്കെ ആരുടെ പോക്കറ്റാണ് വീർപ്പിച്ചത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിരൽ ചൂണ്ടുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ ഇരിക്കുന്ന പിണറായി പരാജയന്റെ മുഖത്തേക്കാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. KAC INTUC വടക്കാഞ്ചേരി ഡിവിഷൻ സെക്രട്ടറി രഞ്ജിത്ത് CR അധ്യക്ഷത വഹിച്ചു. KAC INTUC സംസ്ഥാന ട്രഷറർ ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് മായാദാസ്, INTUC നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് സിദ്ദിഖ്, KAC INTUC ജില്ലാ ട്രഷറർ മധു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. VCV ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.